കറക്റ്റ് പൊസിഷൻ. എന്റെ വയറ് വന്ന് മുഖത്ത് തുടയ്ക്കുന്നു. കാപ്പിയായോ? ആവുന്നതിന് മുമ്പ് ഞാൻ വിളഞ്ഞൊരു കമ്പ് നോക്കി അങ്ങ് വെട്ടി. എന്തിന്? ഇതാണ് എന്റെ മൂത്ത മോൻ, പേര് അമിത്, വയസ്സ് 45. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് അമ്മയെന്ന് പറയാനും അന്നത്തിനും അല്ലാതെ ഇവൻ വാ തുറക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉണ്ട്, കിടുക്കനായിട്ട് DJ ചെയ്യും. ചോറും കറിയും കൂടെ പ്ലേറ്റിനകത്ത് വിളമ്പി വെച്ച വീണ്ടും താ. ഇത് പറയാൻ ഇവനെ കൊണ്ട് മിടുക്ക. കഴിഞ്ഞു. അയ്യോ മക്കളെന്തുവാ? ഞാനെല്ലാം കണ്ടോണ്ട് ഇവിടെ കിടക്കുമല്ലേ? എല്ലാം കണ്ടോണ്ട് കിടക്ക. നീ എന്താ ദൈവം തമ്പുരാനോ? കണ്ടോ, സ്വന്തം പെറ്റതല്ലേ പിന്നാമ്പുറം കൊണ്ട് കൊഞ്ഞനെ കുത്തും. മൂടില്ലെന്ന് പറഞ്ഞ ഇതെന്റെ മോൻ, ഇളയ മോൻ സുമിത്ത്, വയസ്സ് 42. എന്റെ ദൈവമേ, ഇവൻ ഉണ്ടായതിന്റെ അന്ന് ഇവന്റെ അച്ഛൻ ഈ തേനും പൊന്നും കൂടെ ഉറച്ചു കൊടുക്കുമല്ലോ, അത് ആ സ്വന്തം തന്നയുടെ മുഖത്ത് തുപ്പിയെന്നും പറഞ്ഞ് അയാൾ എന്നോട് വഴക്കുണ്ടാക്കി ഞാൻ പഠിപ്പിച്ചതെന്ന്. അത്രേ ഉണ്ട് ഇവന്റെ കൂടെ, ചേട്ടനെ പോലെ തന്നെ. നോക്കിക്കത് പറയണടാ. അയ്യോ, ഇത് ഞങ്ങളുടെ അമ്മ, വർണ്ണമ്മ. കണ്ട പിള്ളേരെ വെച്ച് വർണ്ണിച്ച് ഞങ്ങളെ താഴ്ത്തി കിടന്ന ഞങ്ങളുടെ അമ്മ. വയസ്സ് 62, 67 ആധാർ കാർഡിനകത്ത്. കള്ളത്തര പറയുന്നത്. നീ ബാക്കി നീ പറ. അമ്മ പറ്റി കൂടുതൽ പറയാണെങ്കിൽ എന്തോരം പറയാനാ, സ്വഭാവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബാക്കി പറഞ്ഞപ്പോ നാണം കിട്ടുന്നുണ്ടോ നീയൊക്കെ? കിടക്കപ്പായെന്ന് അങ്ങോട്ട് എണീറ്റേ ഉള്ളു. നീ പല്ല് വെച്ചോടാ. നീ ഇന്ന് ഞാൻ ഫസ്റ്റ് പല്ല് തേക്കാം. അയ്യോ, മത്സരം ആരംഭിച്ച ആദ്യം അനിയനാണേ. അമ്മയുടെ പൊന്നുകൂടെ ഞാനല്ലേ? ഉമ്മക്കിനെ അപ്പുറത്തിരിപ്പുണ്ട്. മോനെ എടുക്കുമ്പോ ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ. എന്തിനാ? ആ മൂക്കിനകത്ത് കളിച്ച പല്ലും കൂടെ തേക്കണ്ടായോ? അപ്പൊ എനിക്ക് നാളെ മൂക്ക് വെച്ച് തിരിക്കല്ലേ? പോയി തേക്കടാ. അമ്മ ഇന്ന് എന്തോ ഉണ്ടാക്കിയ കഴിക്കാന്? മുട്ട പുഴുങ്ങിയുണ്ടോ? അയ്യോ എന്റെ ദൈവമേ, ഈ ചെറുക്കൻ ഇത്ര മുട്ടക്കൊതിയുണ്ടോ? സത്യം പറയാമല്ലോ, ഇന്നലെ ഞാൻ ആ കോഴിക്കോടിന്റെ അടുത്ത് പോയപ്പോ കോഴി എന്നോട് പറയുമ്പോ പറഞ്ഞ ചേച്ചി എനിക്കൊരു മറപ്പര ഉണ്ടാക്കി തരണേന്ന്. ഏടാ, നീയൊക്കെ ആ കോഴിക്ക് ഒരു പ്രൈവസി കൊടുക്കുന്നുണ്ടോ? സ്കൂൾ പിള്ളേർ ജനലിനകത്തോട് നോക്കുന്ന പോലെ എപ്പോ കണ്ട നേരം ആ കോഴിക്കോടിന്റെ അരിക്കൂടി ഇങ്ങനെ മുട്ടയിട്ടോ കോഴി മുട്ട ഇടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമല്ലയോ? വിശന്നിട്ടില്ലയോ? അയ്യോ, വീവന്റേക്കും എന്റെ വീട്ടില് പല്ല് വെളുത്തോ നോക്കമ്മേ. അയ്യ, നല്ല വെളുത്ത്. അതങ്ങ് അടയ്ക്കാവോ? അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ വന്നാൽ അതിനകത്ത് പോസ്റ്റർ ഒട്ടിക്കും. അമ്മേ, ഈ വെളുപ്പാൻ കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമേ? വെളുപ്പാങ്കാലത്താണെന്ന സ്വപ്നം ചിലത് ഫലിക്കും. ആണോ? ചിലത് ഫലിക്കത്തില്ല, കൂടുതലും ഫലിക്കുന്നതാ. അമ്മേ, ഞാനൊരു പേടിക്കും സ്വപ്നം കണ്ടു ഇന്നലെ രാത്രിയില്. എന്തുവാ? ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുവാ വീട്ടിലോട്ട്. പണി സാധനം ഉണ്ട്. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്റെ കയ്യിരിക്കും കവറില്. നമ്മുടെ ആ താഴത്തെ ആ ചെല്ലപ്പമ്പടിയിലെ ആ വളവില്ലേ, ആ വളവ് വന്നപ്പോ ഒരു കറുത്ത പട്ടി എന്നെ ചാടിച്ചു കടിക്കാനെ കൊണ്ട്. ഞാൻ എന്റെ കയ്യിരുന്ന പണി സാധനവും ഈ പലചരക്ക് സാധനവും എല്ലാം കളഞ്ഞിട്ട് ഓടി. നമ്മുടെ താഴത്തെ ആ വളവിനെ പൊട്ടക്കുളവില്ലേ, ആ പൊട്ടക്കുളത്തിലോട്ട് ഞാൻ എടുത്ത് ചാടി. പൊട്ടക്കുളത്തിൽ ചാടിയിട്ട് കൊമള വന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയി. ശ്വാസം മുട്ടൽ ഞെട്ടി ഉണന്ന് ഞാൻ. അത് ഫലിക്കും അമ്മേ? അത് ഇല്ല, അത് ഫലിക്കത്തില്ല. ആ, ഈ വെളുപ്പം കാലത്തെ സ്വപ്നം അമ്മയോട് പറഞ്ഞതുകൊണ്ടായിരിക്കും ഫലിക്കാത്തത്. അതല്ലേ, ആദ്യം നീ പണിക്ക് പോണം. പണി സാധനം സ്വന്തമായിട്ട് വേണം. പട്ടി ഓടിക്കണം. അത് നടക്കത്തില്ല. ഈ കട്ടിലെ ഈ വീട് നല്ലത് വെളിയിലോട്ട് ഇറങ്ങൂടാ. കേട്ടോ നീ. അണ്ണ ഇവിടെ പല്ല് തേക്കാൻ പോയി. അണ്ണനായിരുന്നു മേൽച്ചുണ്ടെന്തി അണ്ണ? ഓ, KPCയുടെ കർട്ടൻ ഇടവേളയ്ക്ക് താക്കുന്ന പോലെ ആണല്ലോ ഞാൻ ചുണ്ട് താത്തത്. ഇന്ന് ഞാനാണ്. എന്റെ ദൈവമേ, കണ്ടാ തോന്നുന്നു ഇവന്മാര് റംബൂട്ടാൻ വെച്ചാൻ പോവാനല്ല. ഇവിടുത്തെ ടിവിയുടെ റിമോട്ട് കേടായിട്ട് 2 ആഴ്ചയായി. അത് മാറ്റിയിടാൻ മടിയായിട്ട് പോയി ഞാൻ എടുത്തു വെച്ച ഒരു കമ്പെടുത്ത് വെച്ച് ഈ കട്ടിലിരുന്നോണ്ട് ഇങ്ങനെ കുത്താ ചാനൽ മാറ്റാന്. ഇവിടെ എഴുന്നേറ്റ് പോയി ആ ചാനൽ മാറ്റാൻ പോലും ഇവന്മാർക്ക് വയ്യ. കഴിക്കാന് നീ എവിടെ കൊണ്ട് തിന്നാനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതുപോലെ ചമ്മറം പഠിച്ച് അങ്ങോട്ട് അറിയത്തില്ല. എന്തൊരു അപ്പുറത്തോ പറ. അപ്പുറത്തോ ഇതങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെക്ക്. എന്തുവാടാ അഹങ്കാരി? നീ ആ വെള്ളം ചെക്കും ഇങ്ങോട്ട് എടുത്ത് എല്ലാത്തിനും എന്റെ കൈ
ഇറങ്ങണം വലിയ എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞ ഇന്നത്തേക്കാ നാ, മുട്ട പുഴുങ്ങിയത്. കറിവേപ്പില ഇട്ടാന്നോ മുട്ട പൊരിച്ച കറിവേപ്പില ഇട്ട മുട്ട വേണം. കറിവേപ്പില ഇട്ട മുട്ട പൊരിച്ച് എന്നാടാ കൈ കഴുകിയായിരുന്നു തുടച്ചായിരുന്നു. തോട എന്താണ് എന്താണ് പിന്നെ പൊരിച്ച മുട്ട കൊടുത്ത എന്തിനാ? നീ എന്തോ പറഞ്ഞത്? നീ എന്നോട് എന്തോ പറഞ്ഞത്? എന്ത്? എടാ ഇന്നലെ നീ എന്നോട് പറഞ്ഞത് പുഴുങ്ങിയ മുട്ട വേണമെന്നില്ലയോ? എനിക്ക് പൊരിച്ച വേണം, എനിക്ക് പൊരിച്ച മുട്ട വേണം. അയ്യാ എടാ ചെറുക്ക, ഇന്നലെ ഞാൻ 3 മണിക്ക് വെളുപ്പാങ്കാലത്ത് നല്ല ഉറക്കമായിരുന്നു. ഇവൻ എന്നെ ഉണർത്തി വന്നിട്ട് പറഞ്ഞതാ എനിക്ക് മുട്ട പൊരിച്ചത് മതിയെന്ന്. നീ പറഞ്ഞ മൂത്രം ഒഴിക്കാൻ പോകുന്നില്ലല്ലോ പറഞ്ഞു. എനിക്ക് പൊരിച്ച മുട്ട വേണം, എനിക്ക് പൊരിച്ച മുട്ട വേണം. അവനെ കൊടുക്കടാ അവന്. പൊരിച്ച മുട്ട താ, പൊരിച്ച മുട്ട. എടാ സഹോദരൻ സ്നേഹം കാണിക്കണം. എനിക്കിത് വേണ്ട. മുട്ട കൊടുത്തു വേണ്ട എനിക്ക്. കൊടുക്കടാ അങ്ങോട്ട്. എനിക്ക് വേണ്ട ഇത്. എനിക്ക് വേണ്ട. ഞാൻ വെള്ളമില്ല മുങ്ങി ചാവാൻ. എനിക്കിത് വേണ്ട. വേണ്ട അമ്മ നിന്നോ അമ്മേ. വേണ്ടെന്ന് അമ്മ നിന്നു. ഓ എനിക്ക് വേണ്ടടാ മുട്ട. എന്തെങ്കിലും തിന്ന ജീവൻ കിടക്കണ്ടേ? ഓ 10 മുട്ട കൂടുതൽ ഒരു ദിവസം തിന്നാമോ? ചൂടാ എനിക്ക്. തിന്ന വേണ്ട എനിക്ക്. എടാ ചെറുക്ക വന്ന് തിന്നാനാ പറഞ്ഞത് കേട്ടാ. എന്തിനാ വേണ്ടാത്തൊരു നിർബന്ധം? എടാ കളയാൻ ഇവിടെ ഫുഡില്ലെന്ന്. ആര് കളയുന്നു? ഇതിനകത്തോട്ട് ആഹാരം കഴിക്കാൻ പറയാനെന്ന്. വേണ്ട എനിക്ക്. എന്റെ ഉണ്ണി വല്ലതും പൊട്ടിയായിരുന്നില്ല. അവിടെ എവിടെ ഇരുന്ന് പോവാ? തട്ടിപ്പറിക്കാൻ വരുമോ? അങ്ങോട്ട് നീങ്ങിയിരിക്കാന്. എടാ അങ്ങോട്ട് നീങ്ങണം. നിനക്കെന്ത് നീങ്ങാൻ പറ്റത്തില്ലയോ? ഭയങ്കര എരി കൊള്ളാവോ? എന്റെ പ്ലേറ്റേ വല്ലതും ഇന്ന് തൊട്ടാൽ ചേട്ടനാണെന്ന് ഞാൻ നോക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രിയ സുഹൃത്തുക്കളെ, കലാസ്ത്രീകളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു ജുവാവ് കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ. ഓ എന്തുവാ വേണോ? പാരി കൊടുക്കാൻ വരുവാ. അത് പറയത്തില്ല എങ്ങാണ്ട് അഴുക്കൊക്കെ. അമ്മയ്ക്ക് എന്നോടാ സ്നേഹം. അയ്യോ എനിക്ക് ഇവിടെ ജീവിച്ചു പോണേ. 2 താടിമാടന്മാര് നാട്ടിലോട്ട് ഇറങ്ങാൻ വയ്യ. കല്യാണമായില്ലേ ജോലി ആയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചോദിക്കുക. പിന്നെ ശാലിനിയുടെ കല്യാണമാ. അയ്യോ അജിത്ത് കേട്ട് 2 പിള്ളേരും ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും ഇതിന്. അതാണോ അമ്മ പറഞ്ഞത്? പിന്നെന്താ അമ്മ പറഞ്ഞേ? എടാ സുകുമാരന്റെ പൃഥ്വിരാജിന്റെ അച്ഛനില്ലേ? അവന് തമിഴ്നാട്ടിൽ നിന്ന് വരാൻ താമസിക്കും. നിനക്ക് ഇവിടുന്ന് രൊക്കം കിട്ടും. മേടിച്ച് കൂട്ടി നീ. അയ്യോ പാവം സുകുമാരന്റെ കാര്യമല്ലേ പറഞ്ഞേ? എടാ അല്ലെന്ന് ചേർത്തലേ താമസിക്കുന്ന എന്റെ ആങ്ങള നിങ്ങളുടെ അമ്മാവ് സുകുമാരന്. ഓ അയ്യോ ദുഷ്ടൻ സുകുമാരന്റെ എപ്പോഴാ ഇറക്കാം? ഡിസംബർ 25-ാം തീയതി കല്യാണം. നമുക്ക് പോണം. ഡിസംബർ 25-ാം തീയതി വരാൻ പറ്റത്തില്ല. അതെന്തോ? അന്ന് മറ്റേ ക്രിസ്മസാ. കേക്ക് മുറിക്കണം. പിന്നെ നമുക്ക് ജംഗ്ഷനിൽ കരോള് കാണാൻ പോണല്ലോ. ജംഗ്ഷനിൽ കറകൾ കാണാൻ പോകുന്നില്ല. പിന്നെ കരോള് നമ്മൾ എങ്ങനെ കാണും? നമ്മൾ വീട്ടിനകത്ത് ജനലിലേക്കൂടെ നോക്കും, നമ്മൾ വെളിയിറങ്ങത്തില്ലല്ലോ. ശരിയാ, ഞാൻ മറന്നു വേണ്ട. അയ്യോ ജനലിക്കൂടെ നോക്കുവന്ന്. അടുത്ത് പോയി കണ്ടാലേ നിന്റെയൊക്കെ പ്രായമുള്ള ചെറുക്കന്മാര് പെണ്ണും കെട്ടി പടക്കോഴികളായിട്ട് പോകുന്ന കാണും. അവർക്ക് പടക്കോടി വേണമെങ്കിൽ 2-3 മുട്ടയുടെ വാങ്ങിപ്പിക്കണം അവര്. ഈ ചെറുക്കന്റെ മുട്ടക്കൊതി അതാണെന്ന് ഞാൻ പറഞ്ഞത്. മതി നീയൊന്നും തിന്നണ്ട. ഞങ്ങൾ അമ്മാരുടെ അടുത്ത് പോകുന്നില്ല, സൈക്കോ ട്രിപ്പിൽ ഞങ്ങൾ പോകുന്നില്ല. സൈക്കോ അങ്ങനെ പറയരുത് കേട്ടോ. എന്താ സൈക്കോടാ? നീ അവിടെ പോയി നിൽക്കുമ്പോ നിന്നെ കാലിലൊക്കെ കൊണ്ടുപോകത്തില്ലായിരുന്നോ? എന്റെ കൂട്ടത്തിൽ കാറെ കയറ്റിക്കൊണ്ട് വേടാ അമ്മ നിന്നെ കാറെ കയറ്റിക്കൊണ്ട് പോയി കേട്ടോ. വാടാ നമുക്ക് എറണാകുളം വരെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരൂരായപ്പം അറിയാതൊരു ഈച്ച വന്ന് ഈ വണ്ടിക്കകത്ത് കയറിയോ. അയ്യോ അമ്മാവൻ ചോദിക്കുവാ, എടാ നിന്റെ ആളോട് ചോദിച്ചിട്ടാ ഈച്ച എന്റെ വണ്ടിക്കകത്ത് കയറ്റിയെന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് പോയ അമ്മാവൻ എന്നെ കൊണ്ട് പാലക്കാട് പോയി. ഞാൻ ചോദിച്ചു അമ്മാവ പാലക്കാട് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പാലക്കാട് കോട്ടയുടെ മുന്നിൽ ചെന്നിട്ട് ഈച്ച തുറന്നു വിട്ടിട്ട് പറയാം നീ തിരിച്ചു പോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണമെന്ന്. അതായിക്കോട്ടെ ഞങ്ങൾ പോകത്തില്ല. അതൊന്നും നീ പറയണ്ട. കൊച്ചിലെ എത്ര തവണ വീട്ടിലൊക്കെ പോയി നിന്നിട്ട് എന്തെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? എന്തെല്ലാം കളിപ്പാട്ടങ്ങള്. അമ്മാവനെ ലൈസൻസ് ഉള്ള തോക്കുണ്ടായിരുന്നു. കാർ ഓടിക്കുവാ തോക്ക്? ആ ഓടിക്കുവായിരുന്നു. കുടുകൂടാന്ന് ഓടിക്കുവായിരുന്നു. ലൈസൻസ് ഉള്ള തോക്കുണ്ടായിരുന്നു. നീ ഇവനുണ്ടായില്ലായിരുന്നു. അന്ന് ഞാൻ അവിടെ പോയപ്പോഴേ അമ്മാനോട് പറഞ്ഞു അമ്മാവ എനിക്ക് അവിടെ വെടിവെക്കാൻ പറഞ്ഞെന്ന്. അമ്മ പറഞ്ഞു സൂക്ഷിക്കണം തോക്കാന്ന് പറഞ്ഞിട്ടേ എന്നെ അവിടുത്തെ വാഴയിലൊക്കെ വെടിവെപ്പിക്കുമായിരുന്നു. അപ്പൂപ്പനൊക്കെ വലിയ കാര്യമായിരുന്നു തന്നെ. എന്നിട്ട് അപ്പം കാല് വേദ കിടന്നപ്പോ നീ ഒറ്റപ്രഭാവത്തിലേക്ക് വന്നല്ലോടാ നീ. ഇല്ല അപ്പൂപ്പനെ വെടിവെച്ചിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ നീ വെടിവെച്ചല്ലയോ? അല്ല ഞാൻ വെടിവെച്ചപ്പോ അപ്പൂപ്പൻ വന്ന് കേറിയതാ. നീ തടയണമായിരുന്നു അങ്ങോട്ട്. അയ്യോ അങ്ങോട്ട് പോകുന്നുണ്ടോ തടയാൻ വേണ്ടി? ഞാൻ തെലുങ്ക് തടയൊന്നും അല്ല. അമ്മ അപ്പൂപ്പൻ വന്ന് കേറിയതാ ഇടയ്ക്ക്. അതങ്ങനെ അങ്ങ് പോയി.